ഹായ്, നമസ്കാരം. ഈ മഴക്കാലം സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സമയമാണത്. സ്കിന്നിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ചൊറിഞ്ഞിട്ട് ചെറുതായിട്ട് മുറിവാവുക അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവുന്നൊരു കാര്യങ്ങളാണത്. അപ്പോൾ നിങ്ങളെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ഞാൻ ഡോക്ടർ ധർമ്മരാജ്. വെൽക്കം ടു മൈ ചാനൽ ഡീസ് ലിമിറ്റ്. കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നൊരു കേസായിരുന്നു. ഒരു ചെറിയൊരു ചൊറിഞ്ഞ ഒരു ഭാഗത്ത് മുറിവായി. ആ മുറിവ് പിന്നെ പഴുത്ത് അത് വലിയൊരു രീതിയിലുള്ളൊരു കാര്യങ്ങളായി. അത് കുറേ ദിവസത്തിന് ശേഷമാണ് അവർ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരുന്നത്. ആ മുറിവ് വേണ്ട രീതിയിൽ ഉണങ്ങുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് തോന്നിയപ്പോഴാണ് അവർ വരുന്നത്. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ആ ഒരു ഹീലിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഹീലിംഗ് ആയിട്ടില്ല അത്. അപ്പോൾ അവരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ചില ഗൃഹവൈദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുറിവ് നന്നായിട്ട് കെട്ടും. ജോലിക്കൊക്കെ പോകുന്ന ആളാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് പോയിട്ടുള്ളത്. അവരങ്ങനെ അത്രയ്ക്കൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല. മുറിവ് ഉണങ്ങാതെ ഉള്ളൊരു അവസ്ഥയായിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഒക്കെ പെട്ടെന്നൊരു മുറിവ് നമുക്കുണ്ടായാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുറിവ് ഉണങ്ങാൻ ഉള്ളൊരു ഒരു ഒരു സ്റ്റേജിൽ കൂടെ പോകുന്നുണ്ട്. ഫസ്റ്റ് ഒരു ബ്ലഡ് ക്ലോട്ടൊക്കെയാണ് അവിടെ ഉണ്ടാവുക, രക്തം കട്ട പിടിക്കുക. പിന്നെ ചെറിയൊരു വീക്കം പോലെയൊക്കെ ആവും മെല്ലെ. ഈ ഒരു ചെറിയൊരു വീക്കം പോലെയൊക്കെ അവിടെ വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോശങ്ങളെയൊക്കെ പുനർനിർമ്മിക്കുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിങ് ഒരു സ്റ്റേജിലേക്കൊക്കെയാണ് ഉണ്ടാവുക. അപ്പോഴേക്കൊക്കെ മുറിവ് ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റേജിൽ ആദ്യം മുറിവാവുന്ന അവിടെ ഒരു ചെറിയൊരു ഡിസ്ചാർജ് പോലെയൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. അത് അടുത്ത ദിവസം ഒക്കെ ആകുമ്പോഴേക്കും അതൊക്കെ ഒന്നുകൂടി സുഖമായി ഒരു ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാവും, തൊട്ടാ വേദനയൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ഈ സ്റ്റേജൊക്കെ കുറഞ്ഞ് വരിക ചെയ്യുക. വേദനയും അല്ലെങ്കിൽ ഡിസ്ചാർജ് ഇതൊക്കെ കുറഞ്ഞ് വരിക ചെയ്യുക. അപ്പോൾ നമ്മളൊരു മുറിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ആവുന്ന ഈ ഒരു സ്റ്റേജിൽ കൂടിയൊക്കെ ഹീലിംഗ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. അങ്ങനെ ഇല്ല എങ്കിൽ ഉറപ്പായിട്ട് അതിനൊരു സെൽഫ് മാനേജ്മെൻറ്റ് ചെയ്യാതെ അതൊരു ഡോക്ടറെ നിങ്ങൾ കാണിക്കുക, ഒരു ഫിസിഷ്യനെയോ കാണിക്കുക. അതിൻ്റെ ശരിയായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ ഒരു മുറിവ് ഇങ്ങനെ ഈ ശ്രദ്ധിക്കാതെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഏജിനനുസരിച്ചിട്ട്, ആരോഗ്യത്തിനനുസരിച്ചിട്ട്, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ട്, ഇപ്പോൾ ഈ ഡയബറ്റിക് പോലത്തെ അസുഖങ്ങൾ, ക്ഷീണിച്ച ശരീരപ്രകൃതി, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇത് വുണ്ട് ഹീലാവാനുള്ളത് വളരെ ഡിലേ ആവും. അത് പഴുത്ത് അത് ഡീപ്പായിട്ടുള്ളൊരു സ്റ്റേജിലേക്കൊക്കെ പോകും. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടും, പിന്നെ അന്തരീക്ഷത്തിൽ തണുപ്പും വെള്ളവും ഈർപ്പൊക്കെ ഉള്ളൊരു സമയത്ത് അത് എൻ്റെ മാനേജ്മെൻറ്റിന് കുറേ സമയം എടുക്കുകയും ചെയ്യും അത്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇൻഫെക്ഷൻ്റെ ഒരു സ്റ്റേജിലേക്ക് അത് പോകുന്നതൊക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇത് ആ പേഷ്യൻ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന മുറിയുടെ അവസ്ഥയാണ്. ഇത് ആ പേഷ്യൻ്റ് ഒരു 3 ദിവസത്തിന് ശേഷം ഫോളോ അപ്പിന് വന്നു കഴിഞ്ഞപ്പോൾ വ്യത്യാസമാണ് ആ മുറിവിൻ്റെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. നല്ലൊരു ദിവസം ആശംസിക്കണം.